ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു രാജാവിൻ്റെതാണ്. ഒരിടത്തൊരിടത്ത് ഒരു ക്രൂരനായ രാജാവ് താമസിച്ചിരുന്നു. എത്ര സ്വത്തും മുതലും കിട്ടിയാലും അദ്ദേഹത്തിന് തൃപ്തി പോരാ. പിന്നെയും പിന്നെയും ഉണ്ടാക്കണം. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം. പ്രജകൾക്കാർക്കും തന്നെ ഈ ഒരു രാജാവിനെ ഇഷ്ടമല്ലായിരുന്നു. എല്ലാവരും മനസ്സിൽ പ്രാഗിക്കൊണ്ടു നടന്നു, ഈ ഒരു ദുഷ്ടനായ രാജാവ് ഒന്ന് തുലഞ്ഞു പോകണേ എന്ന്. എല്ലാവരുടെ ശാപവും പേറി രാജാവ് അങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം കടലിന്റെ തീരത്ത് ഒരു വലിയ കുടം വന്ന് അടിഞ്ഞു. തിരമാലകൾ കൊണ്ടുവന്ന് ഇട്ടതായിരുന്നു ആ കുടം. എല്ലാ പ്രജകളും ഓടിപ്പോയി. ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? അവരിങ്ങനെ ചിന്തിച്ചു. നിറയെ സ്വർണ്ണ നാണയമായിരിക്കും, നമുക്കിനി സുഖമായി ജീവിക്കാം. അവർ തമ്മിൽ തല്ലാൻ തുടങ്ങി. ഞാൻ തുറക്കും കുടം. എല്ലാവരും ആ കുടത്തിനായി അടികൂടാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ കൂടെ രാജാവ് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ജനങ്ങളെല്ലാവരും രാജാവിനെ നോക്കി. ഇതാ നമ്മുടെ രാജാവ് വന്നിരിക്കുന്നു. ഇനി എന്താ ചെയ്യുക? നമുക്ക് മാറിക്കൊടുക്കാം, അല്ലെങ്കിൽ രാജാവ് നമ്മളെ ശിക്ഷിക്കും. അവർ മാറിക്കൊടുത്തു. രാജാവിന്റെ വരവ് കണ്ട് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. ഇദ്ദേഹത്തിന് ഇത്രയും കൊട്ടാരവും സ്വത്തും മുതലും ഉണ്ടായിട്ട് പോരെ? ഈ കുടത്തിൽ നിന്ന് കിട്ടിയിട്ട് വേണം. അതുപോലും നമ്മളിൽ നിന്നും അദ്ദേഹം കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു. ദുഷ്ടനായ രാജാവ്. പ്രജകൾ ഇദ്ദേഹത്തെ പ്രാഗിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മുടെ രാജാവ് കുടത്തിന്റെ അരികിലെത്തി. കുടത്തിന്റെ അടപ്പിങ്ങനെ തുറന്നതും വമ്പം പുകച്ചിരുളുകൾ ഇങ്ങനെ ഉയർന്നു പൊന്തി. എങ്ങും മഞ്ഞുപോലെ കണ്ണു കാണാതെയായി ജനങ്ങൾക്ക്. അയ്യോ, ഇതിൻ്റെ ഉള്ളിൽ എന്താണിത്? ആ പുകയുടെ ഉള്ളിൽ നിന്നും ഒരു വലിയ ഭൂതം പൊന്തി വന്നു. രാജാവ് പറഞ്ഞു, അയ്യോ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഈ കുടത്തിനുള്ളിൽ താമസിച്ചത്? ആരാണ് നിങ്ങളെ ഇട്ട് അടച്ചത്? അപ്പൊ ഭൂതം പറഞ്ഞു, ഞാൻ ഇത്ര കാലം ഈ കുടത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കഴിയുകയായിരുന്നു. എന്നെ ഒരു ദുഷ്ടനായ മന്ത്രവാദി ഇതിനുള്ളിൽ അടച്ചതായിരുന്നു. നിങ്ങളാണ് എനിക്ക് ശാപമോഷം തന്നത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും. രാജാവിന്റെ സന്തോഷം ഇങ്ങനെ ഉയർന്നു പൊങ്ങി. വൗ, ഇനി എന്ത് ചെയ്യും? എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ രാജാവിനെ. രാജാവ് പറഞ്ഞു, എനിക്ക് പാറ പോലെ ഉറച്ച ശരീരം വേണം, ഇരുമ്പ് പോലെ ഉറച്ച ശരീരം. എന്നെ കണ്ടാൽ എല്ലാവരും ഇങ്ങനെ ഭയക്കണം. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം എൻ്റെ ശരീരം ഉറപ്പുള്ളതാക്കണം. രാജാവിൻ്റെ ചോദ്യം കേട്ട് ഭൂതം പറഞ്ഞു, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാമെന്ന് എൻ്റെ വാക്കാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നിന്റെ ശരീരം ഉറച്ചതുപോലെയാവും. എല്ലാവരും നിന്നെ കണ്ടാൽ ഭയക്കും. നിന്നെ തൊട്ടാൽ നിനക്ക് ഒന്നും സംഭവിക്കുകയില്ല. ഓം ഹ്രീം ബൂം. രാജാവിന്റെ ശരീരം ഉറച്ചു. എന്തുപോലെ? പാറ പോലെ, ഇരുമ്പ് തൂണ് പോലെ. ആ ശരീരത്തിൽ നിന്നും ജീവൻ പോയി. എല്ലാ ജനങ്ങളും ഒന്ന് തൊട്ടുനോക്കി. ഇരുമ്പ് പ്രതിമ. അങ്ങനെ രാജാവ് ഒരു ഇരുമ്പ് പ്രതിമയായി മാറി. എല്ലാ ജനങ്ങളും ആർത്ത് ഈ ഭൂതത്തിനെ പുകഴ്ത്താൻ തുടങ്ങി. ജയ് ജയ് ഭൂതം, ജയ് ജയ് ഭൂതം. ദുഷ്ടനായ ഒരുത്തന്റെ കഥ കഴിച്ചതിന്. ഭൂതം അവന്റെ ലോകത്തേക്ക് പറന്നുപോയി. ആ ഇരുമ്പ് പ്രതിമ, രാജാവിന്റെ ഇരുമ്പ് പ്രതിമ, ആ കടൽ തീരത്ത് അവരത് അവിടെ തന്നെ ഉറപ്പിച്ചു വെച്ചു. എല്ലാവരും കടലൊക്കെ കാണാൻ വരുന്നവര് കല്ലെടുത്ത പ്രതിമയിൽ ഒന്ന് എറിഞ്ഞു നോക്കും. അങ്ങനെ എപ്പോഴും എല്ലാവരാലും ഉപദ്രവിക്കപ്പെട്ട് രാജാവ് തൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു. എങ്ങനെയുണ്ട് കഥ? ഈ കഥയിൽ നിന്നും കൊച്ചുമക്കൾക്ക് കിട്ടിയ ഗുണപാഠം എന്താണ്? രാജാവിന് ഇത്രയൊക്കെ സ്വത്തും മുതലും ഉണ്ടായിട്ടും അത്യാർത്തി വന്നുപെട്ടു. അത്യാർത്തി മൂലമാണ് അദ്ദേഹം ആ കുടം തുറന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം. അത്യാർത്തി ആപത്താണ് എന്ന വലിയ ഗുണപാഠമാണ് നമുക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ തൻ്റെ പ്രജകളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം മരിച്ചു പോയാലും ആ പ്രജകൾ അദ്ദേഹത്തെ ഓർക്കുമായിരുന്നു. അവരെയൊക്കെ വെറുപ്പിച്ചതുകൊണ്ടാണ് രാജാവിനെ അവർ വെറുത്തുപോയതല്ലേ? രാജാവ് മരിച്ചപ്പോഴും ആർക്കും ഒരു സങ്കടവും ഉണ്ടായതും ഇല്ല. അപ്പം ആരെയും ഉപദ്രവിക്കാതെ
അത്യാർത്തിയില്ലാതെ നല്ലവരായി ജീവിക്കാൻ നമുക്ക് ശീലിക്കാം. ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.